നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വിചിത്രമായ വാർത്തകളാണ് ഓരോ ദിവസവും കേരളത്തിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സിനിമാ നടന്മാരുടെ ലഹരി ഇടപാടുകൾ. ഹോട്ടൽ മുറിയിൽ ഡാൻസ പരിശോധനയ്ക്കെത്തിയപ്പോൾ 3-ാം നിലയിൽ നിന്ന് താഴേക്ക് എടുത്തു ചാടിയ ഷൈൻ ടോം ചാക്കോ പിന്നീട് ഹോട്ടലിലെ നീന്തൽ കുളത്തിൽ വീണ് അവിടെ നിന്ന് ലോബിയിലേക്ക് ഓടി. ഷൈൻ ടോം ചാക്കോയെ പോലീസ് ചോദ്യം ചെയ്യുന്നതും കൂസലില്ലാതെ തൻ്റെ സന്തോഷത്തിനു വേണ്ടിയാണ് ലഹരി ഉപയോഗിക്കുന്നത് എന്ന് മൊഴി നൽകുന്നതുമൊക്കെ മാധ്യമങ്ങൾ വലിയ ആഘോഷമാക്കുന്നു. ഇതടക്കം സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇത്തരം മയക്കുമരുന്ന് ഇടപാടുകളാണ്. ഇപ്പോഴിതാ തസ്ലീമ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നു. എന്നാൽ തിരൂരിൽ നിന്ന് മറ്റൊരു വാർത്ത അതേറെ വിചിത്രമെന്ന് നമുക്ക് തോന്നാം. കേരളത്തിന് നട്ടപ്രാന്താണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. തിരൂരിൽ ഒരു 15-കാരനെ ലൈംഗികമായി പീഡിപ്പിച്ച സംഭവത്തിൽ 30-കാരിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പീഡിപ്പിക്കുക മാത്രമല്ല, പീഡന ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് ആൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ പാലക്കാട് കല്ലടിക്കോട് സ്വദേശി സത്യഭാമ എന്ന 30-കാരിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. യുവതിയുടെ ഭർത്താവിൻ്റെ അനുമതിയോടെയായിരുന്നു ഈ പീഡനം തനിക്ക് കണ്ടാസ്വദിക്കണമെന്ന് ഭർത്താവ് സത്യഭാമയോട് പറഞ്ഞു. തുടർന്ന് ഈ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയത് ഭർത്താവ് തന്നെ. തിരൂർ BP അങ്ങാടി സ്വദേശി സാബിക്ക് ഇപ്പോൾ ഒളിവിലാണ്. സാബിക്കും സത്യഭാമയുമൊക്കെ ലഹരിക്കടിമകളാണ് എന്ന് പോലീസ് പറയുന്നു. 15-കാരനും അവർ ലഹരി കൊടുക്കാൻ ശ്രമം നടത്തി. തിരൂർ പോലീസാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. യുവതിക്കെതിരെ പോക്സോ നിയമപ്രകാരം പോലീസ് കേസ് ചാർജ് ചെയ്തു. കേരളം മയക്കുമരുന്ന് ലോബിയുടെ പിടിയിൽ അകപ്പെട്ടുവെന്ന് മാത്രമല്ല, ഇത്തരം നിരവധി വിചിത്ര വാർത്തകൾ നമുക്ക് മുന്നിൽ. ഏറെ ഞെട്ടലുളവാക്കുന്നവയാണ് മിക്കവയും. ഇതിനിടയിൽ 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് കടത്ത് കേസിലെ പ്രതികളെ എക്സൈസ് കസ്റ്റഡിയിൽ വാങ്ങി ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ്. 1-ാം പ്രതി കണ്ണൂർ സ്വദേശിനി തസ്ലീമ പറയുന്നത് തൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ് ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയുമെന്ന്. ക്രിസ്റ്റീന എന്ന തസ്ലീമയുടെ പ്രായം 43. തനിക്ക് നടൻ ഷൈൻ ടോം ചാക്കോയുമായി പരിചയമുണ്ട് എന്നവർ ആവർത്തിക്കുന്നു. ആദ്യം എക്സൈസ് പിടിയിലായപ്പോഴും അവർ മൊഴി നൽകിയത് ഇങ്ങനെയാണ്. ഷൈൻ ടോം ചാക്കോയുടെ ലഹരി സാമ്പത്തിക ഇടപാടുകൾ അന്വേഷണത്തിന് കീഴിലായതുകൊണ്ട് തന്നെ തസ്ലീമയുടെ ഈ മൊഴിക്ക് കൂടുതൽ പ്രാധാന്യം കൈവരും. പ്രതികളുടെ ബാങ്ക് ഇടപാട് വിവരങ്ങൾ ഇപ്പോൾ ശേഖരിക്കുന്നുവെന്ന് പോലീസ് പറയുന്നു. തസ്ലീമയുമായോ തസ്ലീമയുടെ സംഘത്തിൽപ്പെട്ട ആരുമായോ ഷൈൻ ടോം ചാക്കോയ്ക്ക് അഥവാ ശ്രീനാഥ് ഭാസിക്ക് ഏതെങ്കിലും വിധത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് എക്സൈസിന്റെ മുഖ്യ ലക്ഷ്യം. 2 നടന്മാരെ തനിക്ക് പരിചയമുണ്ട് എന്ന് തസ്ലീമ മാധ്യമങ്ങളോടും വെളിപ്പെടുത്തിയിരുന്നു. തസ്ലീമയും സംഘവും അറസ്റ്റിലായതിന് തൊട്ടു പിന്നാലെ ശ്രീനാഥ് ഭാസി മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമം നടത്തി. തുടർന്നൊരു നിർമ്മാതാവ് സെറ്റിൽ വെച്ച് ശ്രീനാഥ് ഭാസി കഞ്ചാവ് ആവശ്യപ്പെട്ടു എന്ന് തുറന്നടിച്ചിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലിനും തെളിവ് ശേഖരണത്തിനും ശേഷം മാത്രമേ സിനിമാ മേഖലയുമായുള്ള ഹൈബ്രിഡ് കഞ്ചാവ് സംഘത്തിൻ്റെ ബന്ധം സ്ഥിരീകരിക്കാൻ കഴിയൂ എന്ന് എക്സൈസ് പറയുന്നു. എന്നാൽ അന്വേഷണത്തിനിടയിൽ ഞെട്ടിക്കുന്ന പല വിവരങ്ങളും പുറത്തു വരുന്നു. സ്വർണ്ണക്കടത്ത്, പെൺവാണിഭ ഇടപാടുകളുടെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ തസ്ലീമയിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നത്. കേസിലെ പ്രതികളായ മണ്ണഞ്ചേരി മല്ലംവെളിക്കെ ഫിറോസ് എന്ന 26-കാരനും തസ്ലീമയുടെ ഭർത്താവ് സുൽത്താൻ അക്ബർ അലി എന്ന 43-കാരനിൽ നിന്നും ഇപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ എക്സൈസിന് ലഭിച്ചു. പ്രതികളെ ഒരുമിച്ചിരുത്തിയും പിന്നീട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചോദ്യം ചെയ്തപ്പോഴുമാണ് നടുക്കുന്ന പല വിവരങ്ങളും അവർ വെളിപ്പെടുത്തിയത്. പ്രതികളെ ചോദ്യം ചെയ്യാനായി പ്രത്യേക ചോദ്യാവലി തയ്യാറാക്കിയിരുന്നു. ആദ്യഘട്ടത്തിൽ അവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തു. പിന്നീട് ഒറ്റയ്ക്കിരുത്തി ചോദ്യം ചെയ്യൽ ആരംഭിച്ചതോടെ അവരുടെ തന്ത്രങ്ങൾ പൊളിഞ്ഞടുങ്ങി. പെൺവാണിഭവും ലഹരി ഇടപാടുകളുമൊക്കെ നടത്തിയതിൻ്റെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇത്തരം ഇടപാടുകളുമായി മലയാള സിനിമാ ലോകത്തിന് അടുത്ത ബന്ധം. ഇപ്പോൾ സംശയനിഴലിലുള്ള 2 നടന്മാർ മാത്രമല്ല, പല നടികളും നടന്മാരുമൊക്കെ കുടുങ്ങുമെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം നൽകുന്ന സൂചന. കേസ് അട്ടിമറിക്കുന്നതിനായി ശക്തമായ സമ്മർദ്ദം മറുവശത്ത്. മലയാള സിനിമയുടെ നാറുന്ന കഥകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ലഹരി ഇടപാടിൻ്റെയും പെൺവാണിഭ ഇടപാടുകളുടെയും ഒക്കെ കൂടുതൽ നടുക്കുന്ന വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് ഇപ്പോൾ പോലീസും പറയുന്നു. ഷൈൻ ടോം ചാക്കോ കുടുങ്ങുക തന്നെ ചെയ്യുമെന്നാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.
ചെയ്യുക.